നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി കോട്ടമുറി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 5127 ആണ്ട് കൃഷ്ണവർഷമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് 5127 വർഷം കഴിയുന്നു. കുഞ്ഞുകുട്ടി ആബാലവൃത്തം ജനങ്ങളും ഈ ആഘോഷത്തിനായി ഒരുങ്ങി പങ്കുചേർന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയ ആദ്യത്തെ ഒരു കുഞ്ഞ് ശ്രീകൃഷ്ണന്മാരെയാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം. ഇപ്പോൾ പുറകെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയൊരു ജനാവലിയുടെ ആഘോഷത്തോടുകൂടിയാണ് ഇവിടുന്ന് ശ്രീകൃഷ്ണ ജയന്തി പുറപ്പെട്ട് കോട്ടമുറി ജംഗ്ഷനിലെത്തുന്നു. അവിടുന്ന് മറ്റ് ഭാഗങ്ങളിലൂടെ ഒത്തുചേർന്ന് അവിടുന്ന് മഹാസംഗമത്തിനായിട്ട് തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് സംഗമിക്കുന്നത്. അവിടെ ദേശത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും എത്തുന്ന ഭക്തരും ശ്രീകൃഷ്ണ ഭക്തരും കൃഷ്ണന്മാരും രാധമാരും ഗോപികമാരും ഒക്കെ ഒത്തുചേരുന്ന വലിയൊരു ജനാവലിയെ നമുക്കവിടെ കാണാം. പ്ലോട്ടുകളും നൃത്യങ്ങളും ഒക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. കുറച്ച് പേര് കൂടി എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിമനോഹരമായ ഉറിയടിയും ഡാൻസും പാട്ടും എല്ലാം ആഘോഷിച്ചതിന് ശേഷമാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. വളരെ മനോഹരമായ ഈ ഘോഷയാത്രയിൽ എല്ലാം ഒരുങ്ങി ആബാലവൃത്ത ജനങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ സന്തോഷത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ പാറക്കുട്ടിയാണിത്. അവളും അണിഞ്ഞൊരുങ്ങി ശ്രീകൃഷ്ണനായിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ ചെറിയ ചെറിയ നൃത്യങ്ങൾ നമുക്കിവിടെ ഒന്ന് കാണാം, ആസ്വദിക്കാം. മഹാശോഭായാത്ര, അതെ, ഗോപികമാരുടെ മാനസത്തിലും ഗോകുലത്തിന്റെ ഹൃദയത്തിലും അവതാര പുരുഷനായി തീർന്ന ഭഗവാനെ മണ്ണിൽ സ്മരിക്കുന്ന മഹാശോഭായാത്ര.
ശ്രീകൃഷ്ണ ജയന്തി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ക്ഷേത്ര കവാടത്തിലെത്തി. ഇതാണ് തൃക്കൊടിത്താനം മഹാക്ഷേത്രം. കേരളത്തിലെ വളരെ അപൂർവമായിട്ടുള്ള നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്ലാവാണ് ആ കാണുന്നത്. ആ വൃക്ഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, അവിടെ വന്ന് നമ്മൾ നേരിട്ട് കാണേണ്ടതാണ്. അതുപോലെ തന്നെ 2-3 പ്ലാവുകളുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗോശാലയെല്ലാം റെഡിയായി, ഗോക്കളെയെല്ലാം കുളിപ്പിച്ച് ചന്ദനം തൊടിയിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോശാലയിലുള്ള ഒരേ ഒരു നന്ദിയാണ് ഈ കാണുന്നത്. ഒറ്റ ഒരാളേ ഉള്ളൂ, ബാക്കി മൊത്തം ഗോക്കളാണ്. അപ്പോൾ അവരെ എല്ലാവരെയും കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഗോശാലയും കൂടി ഒന്ന് കാണാം. കൊച്ചു കണ്ണന്മാരൊക്കെ ഗോശാലയിൽ ഗോക്കളെ കണ്ട് തൊഴാനും അവരെ തൊട്ട് തൊഴാനുമായിട്ട് ഇത് കണ്ടില്ലേ, അവർ പോകുന്ന കണ്ടില്ലേ ഗോശാലയിലേക്ക്. കൊച്ചു ശ്രീകൃഷ്ണന്മാരവിടെ പോകുന്നുണ്ട്. അതുപോലെ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹവും നിലവിളക്കും ഒക്കെ അവിടെ കൊളുത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് പശുക്കുട്ടി അവിടെ ഉണ്ട്. അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു കാഴ്ചയെന്ന് പറയുന്നത് അതാണ്. അത് ഇന്നത്തേക്ക് മാത്രം അവളെ കെട്ടിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും അവിടെ അഴിച്ചുവിട്ട് ഉത്സവപ്പറമ്പിൽ മൊത്തം അവളവിടെ ഉണ്ടാവും. ദേ കണ്ടില്ലേ, അമ്പലപ്പറമ്പിൽ എപ്പോഴത്തെ കാഴ്ചയാണ് ഈ കാണുന്ന ഗോക്കളെല്ലാം. ശ്രീകൃഷ്ണ ഭഗവാനെയും നിലവിളക്കും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ വടക്കേ കവാടമാണ്. ഇത് കിഴക്കേ കവാടമാണ്. ആഘോഷങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ആഘോഷങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി രാത്രി സമയത്തും ഒരുപാട് ശ്രീകൃഷ്ണന്മാർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് ദേശങ്ങളിൽ നിന്നുള്ളവരാരും എത്തിയിട്ടില്ല. അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ശ്രീകൃഷ്ണ ജയന്തി മനോഹരമാക്കി തീർക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.